നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരാഴ്ചയായി കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേസാണ് പാലത്തായി പീഡന കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസിൽ ഉൾപ്പെട്ട പ്രതിയാക്കപ്പെട്ട പത്മരാജൻ എന്ന് പറയുന്ന അധ്യാപകൻ നിരപരാധിയാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ നേരത്തെ തന്നെ സമൂഹത്തിലുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 അന്വേഷണ സംഘങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. അതിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അതിനുശേഷം SITയും അന്വേഷണം നടത്തിയ കേസ് കൂടിയാണിത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിന്റെ തലവനായ ADGP S ശ്രീജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. ആ ഓഡിയോ ക്ലിപ്പിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിശദമായി തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹവും പാലത്തായിലെ ആ അധ്യാപകനെ ന്യായീകരിക്കുന്നവരുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് S ശ്രീജിത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലത്തായി പീഡന കേസിലെ ഈ അധ്യാപകൻ ഇപ്പോൾ ജയിലിൽ കിടക്കാൻ കാരണക്കാരനായത് S ശ്രീജിത്ത് തന്നെയാണ് എന്നാണ്. നമുക്കറിയാം, നമ്മളും മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ പലപ്പോഴും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ആരോ ഒരാൾ ADGP, അതും ADGP ആണെന്ന് ഓർക്കണം, സാധാരണ ഒരു പോലീസുകാരനെയല്ല വിളിക്കുന്നത്. ADGPയെ വിളിക്കുമ്പോൾ ADGP ഏതാണ്ട് 1 മണിക്കൂറോളം സമയം അയാളോട് വിശദമായി കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരുപക്ഷെ DGP ചോദിച്ചാൽ പറയേണ്ടതുപോലെ, അല്ലെങ്കിൽ DGPയെ പോലൊരാൾ എന്താണ് കേസിന്റെ മെറിറ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് വിഷയമെന്നോ ചോദിച്ചാൽ സംസാരിക്കേണ്ട രീതിയിൽ അത്രയും ക്ലാരിറ്റിയോടുകൂടി ഒരു വ്യക്തതയുമില്ലാതെ ഒരാൾ വിളിക്കുമ്പോൾ, അയാൾ ആരാണെന്നോ ഏതാണെന്നോ പോലും അറിയാത്ത ഒരാൾ വിളിക്കുമ്പോൾ ഇത്ര വിശദമായി സംസാരിക്കുന്നത് എങ്ങനെയാണ്? ADGP ശ്രീജിത്തിന്റെ ഇതിലെ ഇടപെടൽ വളരെ സംശയകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ആ ഓഡിയോ ക്ലിപ്പിൽ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ADGP ശ്രീജിത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ അധ്യാപകൻ വളരെ മോശക്കാരനാണ്, ഈ അധ്യാപകൻ കുട്ടികളെ അടിക്കുന്ന ആളാണ്, ഈ അധ്യാപകൻ അയാൾ മോശക്കാരനാണെന്ന് സ്ഥാപിക്കാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അതായത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ലാസുകൾ എടുത്തു നൽകി കുട്ടികൾക്ക് എന്നാണ്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കുട്ടി സംശയം ചോദിക്കുകയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു നിയമത്തെ പറ്റി കുട്ടികളെ അവബോധം ജനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അയാൾ എങ്ങനെയാണ് വൃത്തികെട്ടവനായി മാറുക? ഇനി അഥവാ ഇയാൾ അതിക്രൂരമായി കുട്ടികളെ മർദ്ദിക്കുന്ന ആളായിരുന്നു ഈ അധ്യാപകനെങ്കിൽ ഈ അധ്യാപകനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി നിലവിലുണ്ടോ? ഒരു പരാതിയും നിലവിലില്ലാത്ത, ആദ്യമായി കേസിൽപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി, അതും തെളിവുകളില്ല എന്ന് പറഞ്ഞു വെക്കുന്ന S ശ്രീജിത്ത് അയാൾ മോശക്കാരനാണെന്ന് പറയുന്നതിന്റെ സാങ്കേതികത്വം എന്താണ്? ആരെ സ്വാധീനിക്കാനാണ്, അല്ലെങ്കിൽ ആരുടെ ഇഷ്ടം കൂടാനാണ്, ആർക്ക് വേണ്ടിയാണ് ശ്രീജിത്ത് ഈ ഫോൺ സംഭാഷണം നടത്തിയത്? യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് ശ്രീജിത്തിനെതിരെയാണ്. ശ്രീജിത്തിനെതിരെ കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഈ കേസിൽ പാലത്തായിലെ അധ്യാപകനെ കുടുക്കിയത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് പറഞ്ഞ ശ്രീജിത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ, ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ 25 വർഷത്തിനിടയിൽ പല പോലീസുകാരോടും പല ഉദ്യോഗസ്ഥരോടും നമുക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഒരു പോലീസുകാരനും ഒരു ഉദ്യോഗസ്ഥനും ഇത്രയും വിശദമായി ഒരു കേസിന്റെ, അതും ഇത്രയും സെൻസിറ്റീവായ ഒരു കേസ്, പ്രത്യേകിച്ച് പോക്സോ ചുമത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പീഡന കേസ്, അത്തരമൊരു കേസ് വരുമ്പോൾ, അത്തരമൊരു കേസ് സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ആ കേസിനെ പറ്റി എങ്ങനെയാണ് ഇത്രയും വിശദമായി S ശ്രീജിത്തിന് അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളോട് സംസാരിക്കാൻ കഴിയുക? ആരാണ് S ശ്രീജിത്തിനെ ഈ ഫോണിൽ വിളിച്ച ആൾ? ഈ ഫോൺ തന്നെ പ്ലാൻഡ് ആണോ എന്ന സംശയമുണ്ട്. കാരണം ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പൊതുജനങ്ങളെ കൊണ്ട് മുറവിളി കൂട്ടി, അത് SDPI പോലുള്ള, അല്ലെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള, അല്ലെങ്കിൽ CPM പോലുള്ള അത്തരത്തിലുള്ള ചില ആൾക്കാരെ സമ്മർദ്ദപ്പെടുത്തി ഈ ഫോൺ കോളിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് ഈ ഫോൺ കോളിന്റെ ഉദ്ദേശം ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്നും തെളിവുകളില്ല എന്നും ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കോ വേണ്ടി ശ്രീജിത്ത് നടത്തിയ ഫോൺ സംഭാഷണമാണോ ഇതെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം
ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷം മാധ്യമപ്രവർത്തനം നടത്തിയിട്ട് പോലും നമ്മളോടൊക്കെ ഒരു പോലീസുകാരനും ഇങ്ങനെ ഇത്രയും വിശദമായി ഒരു കേസിനെ പറ്റിയും ചോദിച്ചാൽ കൂടി പറയില്ല. എവിടെയെങ്കിലും നമ്മൾ ചോദിക്കുന്നതിന്റെ വാലും തുമ്പുമില്ലാത്ത മറുപടി അല്ലാതെ ഒരു പോലീസുകാരനിൽ നിന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വാർത്തയും നമുക്ക് അല്ലെങ്കിൽ ഒരു കേസിനെ പറ്റിയും നമുക്ക് പഠിപ്പിച്ചു തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ADGP ശ്രീജിത്ത് കേസിന്റെ ഫയൽ നമ്പർ അടക്കം അല്ലെങ്കിൽ അത്തരത്തിൽ പറയാവുന്ന രീതിയിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ചും ഓരോ വാക്കുകളെ സംബന്ധിച്ചും ഓരോ അതിലെ തെളിവുകളെ സംബന്ധിച്ചും അതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു കൊടുക്കുക? ADGP ശ്രീജിത്ത് പറയുന്നു ആ ബാത്റൂമിന് കുറ്റിയിലായിരുന്നു എന്ന്. ആദ്യഘട്ടത്തിൽ തന്നെ ആ ബാത്റൂമിന് കുറ്റിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ക്രൈംബ്രാഞ്ച് സംഘത്തിന് ബോധ്യപ്പെട്ടപ്പോൾ വീണ്ടും കുറ്റിയുള്ള മറ്റൊരു ബാത്റൂം തെരഞ്ഞെടുത്ത് അവിടെ തെളിവുകൾ ഉണ്ടാക്കിയതാണോ എന്ന സംശയം ബാക്കിയല്ലേ? അവിടെ നിന്നും രക്തത്തിന്റെ അംശം കിട്ടിയെന്ന് പറയുമ്പോൾ അത് മനുഷ്യരക്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ആരുടെ രക്തമാണെന്ന് കണ്ടെത്താനുള്ള രക്തം കിട്ടിയിട്ടില്ല എന്നാണ് കോടതി രേഖകളിൽ പറയുന്നത്. ഏതായാലും ഈ രേഖയുമായി കോടതി രേഖകൾ വെച്ചുകൊണ്ട് തന്നെ വിശദമായി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ വിഷയവും പിന്നീട് ഓരോ ദിവസങ്ങളിലായി പറയാം എന്ന് വിചാരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായി ഈ ശിക്ഷയിലേക്ക് ഈ അധ്യാപകനെ തള്ളിവിട്ടത് എസ് ശ്രീജിത്തിന്റെ ഫോൺ കോളാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. എസ് ശ്രീജിത്തിനെ കുറിച്ചാണ് ഈ വിഷയത്തിൽ ആദ്യം അന്വേഷണം നടത്തേണ്ടത്. ആര് പറഞ്ഞിട്ടാണ്, ആർക്ക് വേണ്ടിയാണ് എസ് ശ്രീജിത്ത് ഈ ഫോൺ സംഭാഷണം നടത്തിയത് എന്ന് സ്വാഭാവികമായും ചോദിക്കാൻ തോന്നുന്നു. കാരണം ഇത്തരം ഒരു ഫോൺ സംഭാഷണം പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് ഒരു കേസിന്റെ, നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം വിവരങ്ങൾ കോടതിയിലെത്തുമ്പോൾ വിചാരണ വേളയിലാണ് കുട്ടികളുടെ മൊഴിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമൊക്കെ കോടതിയിലാണ് നമ്മൾ പറയുകയും ആ വിഷയങ്ങളിൽ വ്യക്തത വരുത്തുകയും ചെയ്യുന്നത്, വിചാരണ വേളകളിലുമൊക്കെയാണ്. അതിന് പകരം സ്ഥിരം ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, ഈ കേസിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്നൊരാളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ എതിരാക്കിക്കൊണ്ട് ഈ മാഷിനെ ജീവിതകാലം മുഴുവൻ ജയിലിടണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യമായ ഇടപെടൽ നടത്തി കുരുക്കിയതാണെന്ന കാര്യം ചിലപ്പോൾ നമുക്ക് സംശയമായി പോലും തോന്നാം. അത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ആദ്യം അന്വേഷിച്ച DYSP റഹീമിന്റെ വാക്കുകളും പറയുന്നത്. പോക്സോ ദുരുപയോഗം ചെയ്തതിന്റെ ഏറ്റവും അവസാനത്തെ കേസ് ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം കൂടി അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ കൃത്യമായ ചില സംഘടനകളുടെ, പ്രത്യേകിച്ച് SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ചില സംഘടനകൾ, ആ സംഘടനകളുടെ ഇയാൾക്കെതിരെയുള്ള അധ്യാപകനെതിരെയുള്ള മുറവിളി, ആ മുറവിളി തന്നെയാണ് ഈ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അത് മാത്രമല്ല SITയുടെ അന്വേഷണ തലവനായിരുന്ന ആളുടെ ഇപ്പോഴത്തെ CPMന്റെ ആ സ്ഥാനാർത്ഥിത്വം അതും കൂടി വരുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിൽ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം.